നല്ല നല്ല ഫംഗ്ഷനിലേക്കൊക്കെ പോയി ഇതുപോലുള്ള ഡ്രസ്സുകൾ വാടകയ്ക്കെടുത്ത് ഫുഡ് അടിക്കലേ ഇവരുടെ പരിപാടി. തക്കം കിട്ടിയാൽ മോഷ്ടിക്കുകയും ചെയ്യും. അല്ല, ഈ പട്ടുസാരിക്കൊക്കെ എന്താ വാടക? ഫംഗ്ഷന് വരുന്നവരെ അപമാനിക്കരുത്. മാനേജ്മെന്റ് എന്നെ അറിയിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിച്ചു. നിങ്ങളെക്കാൾ കഷ്ടവാ എന്റെ സ്ഥിതി. അപ്പോ എന്റെ സ്ഥിതിയോ? എത്രേ? 200. ആ കേറിയ കണ്ടിട്ട് നല്ല അടിപൊളി പരിപാടിയാണെന്ന് തോന്നുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ വെറും ആപ്പൂപ്പകളൊന്നുമല്ല, വലിയ വലിയ ബിസിനസ്സുകാരാ. അത് ഓർമ്മ വേണം. മനസ്സുകൊണ്ട് അവരൊക്കെ കച്ചവടക്കാരാണെങ്കിലും വേഷം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അവര് വളരെ മാന്യത പുലർത്തുന്നവരാ. അതുകൊണ്ട് നിന്റെ തനി സ്വഭാവം ഇവിടെ കാണിക്കരുത്. മര്യാദയ്ക്ക് നിന്നോളണം. വാങ്ങിട്. മോളെ, എന്തടി? അല്ല വേണുവേട്ടാ, നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടി, നമ്മൾ കുറച്ച് വസ്തു വാങ്ങിക്കാമെന്ന് ഒരു പ്ലാൻ ഇട്ടില്ലേ? അതിന്റെ ഓണർ ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ ആണല്ലോ, ഗിഫ്റ്റ് ഒന്നും വാങ്ങാതെ. അതൊന്നും വേണ്ട. ഗിഫ്റ്റൊക്കെ ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടി ഇവിടെ നടക്കണേ. ആ, നിങ്ങൾ വാ. ഞാൻ മൂന്നാറില് ഒരു റിസോർട്ട് വാങ്ങിക്കാൻ എഗ്രിമെന്റ് എഴുതി. മൂന്നാറില് കൈവച്ച പൊള്ളൂ. മൂന്നാറിൽ മുടിഞ്ഞ തണുപ്പല്ലേ മാഡം? സീസൺ ആവുമ്പോ മാത്രമേ ഉള്ളൂ. ലാഭകര. എന്നാ ഞാനിപ്പോ വരാം. അച്ഛാ, ആ, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്താ കാര്യം? നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച ആള് എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ ഇങ്ങോട്ട് വിളിപ്പിക്കോ? നീ സമാധാനമായിട്ട് നിൽക്ക്. എന്തായാലും നിന്റെ അച്ഛനും അമ്മയും കൂടി നിന്നെ കൊല്ലാനൊന്നും കൊണ്ടിട്ടില്ലല്ലോ. അങ്ങോട്ട് നോക്കി. ഇതാ കൾച്ചർലെസ് ഫാമിലി അല്ലേ? ഇവരെന്താ ഇവിടെ? ഇവരാരെങ്കിലും വിളിച്ചതാണോ? ഈ തറകളൊക്കെ ആര് വിളിക്കാനാ? എന്തായാലും ദീപ് ഒന്ന് പോയി ചോദിക്കും. കാര്യം എന്താന്ന് അറിയണമല്ലോ. തല്ലൊന്നും വേണ്ട കേട്ടോ. മര്യാദയ്ക്ക് പറഞ്ഞാ മതി. അവരവരുടെ പാട്ടിന് പൊക്കോളൂ. വേണുവേട്ടാ, അവൻ ആംബിയുടെ തലതെറിച്ച മോൻ. അവന്റെ വരവ് കണ്ടിട്ടെ പഴയതിന്റെ ഇരട്ടി വഴക്കിനുള്ള ലക്ഷണമുണ്ട്. എന്ത് പ്രകോപനം ഉണ്ടായാലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടാവാൻ പാടില്ല. നമ്മളെ ഇങ്ങോട്ട് വിളിപ്പിച്ച ആളെ നമ്മൾ മാനിക്കണം. അത് ശരി. നിങ്ങളെല്ലാരും കൂടി എന്താ ഇവിടെ? അല്ല, അത് നിങ്ങളൊക്കെ എപ്പോഴും ജീവനോടുണ്ടോ? ഞാൻ കരുതി നിങ്ങളൊക്കെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി കാണുമെന്ന്. ദീപക്കെ, വർമ്മ സാറിന് എന്തുണ്ട് വിശേഷം? വർമ്മ സാറോ? അങ്ങനെ വീട്ടില് നാട്ടില് നശിച്ച് നാണം കെട്ട് പുറത്തിറങ്ങാൻ വയ്യാതെ വീട്ടിലിരിപ്പുണ്ട്. നീ എന്താ ഇവിടെ? ഞാനെന്താ ഇവിടെന്നോ? അത് കൊള്ളാം. ഞാനും എന്റെ ഭാര്യയുണ്ട്. ഞങ്ങള് ബിസിനസ്സുകാരല്ലേ. അതുകൊണ്ടേ ക്ഷണിക്കപ്പെട്ട അതിഥികളാ. അല്ല, അതിരിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലല്ലോ. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾക്ക് ഇൻവിറ്റേഷനുള്ള ഫംഗ്ഷനാ. ഞങ്ങൾ അതുകൊണ്ടാ വന്നേ. എന്തോ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉള്ള ഫംഗ്ഷൻ ആണെന്നോ? ഈ നൂറ്റാണ്ടിൽ കേട്ട ഏറ്റവും വലിയ തമാശയായിരിക്കും ഇത്. ഈ സിറ്റിയിലുള്ള
വളരെ റിച്ച് ആയിട്ടുള്ള ബിസിനസ്സുകാർ പങ്കെടുക്കുന്ന ഈ ഫംഗ്ഷനിൽ കച്ചറകളായ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടെന്നോ? ഒരു വലിയ തമാശയാ. നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാനുള്ള വകയുണ്ട്. അല്ല, ഇവരാരെങ്കിലും നിങ്ങൾ അറിയോ? ഉഡായിപ്പിന്റെ ഉസ്താദുകളാ ഇവര്. എടാ ഇത് മര്യാദകേട് പറയരുത്. മോളെ, അവൻ പറയട്ടെ. ഇവൻ എത്ര നേരം പറയുമെന്നറിയട്ടെ. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ. ദേ, എടാ പോടാന്നുള്ള വിളിയൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേക്കണം. സംസ്കാരം ഇല്ലാത്തവരാന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷേ എന്തു അങ്ങ് വിളിച്ചു പറഞ്ഞാലേ ഞങ്ങള് ക്ഷമിച്ചെന്ന് വരില്ല. ഞങ്ങൾ പോലീസിനെ വിളിക്കും. എന്തിനാ ദീപകെ ഈ സാധുക്കളോട് വെറുതെ വഴക്കുണ്ടാക്കുന്നേ? ഇവര് ഹാളിലേക്ക് കയറി ഫംഗ്ഷന് തടസ്സവും ചെയ്തില്ലല്ലോ. കണ്ടാ അറിയാം ഇവര് പാവങ്ങളാണെന്ന്. മാന്യമായിട്ട് പറഞ്ഞാൽ അവര് പൊയ്ക്കോളും. ഇവരെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടാ. ഇവരെ കുറിച്ചേ ഞങ്ങൾക്കറിയാം. അതാ ഞങ്ങളിത് പറഞ്ഞേ. എന്റെ ഹസ്ബൻഡിന്റെ അമ്മാവന്റെ മകളെ കെട്ടി അവരുടെ സ്വത്തെല്ലാം കൂടി മോഷ്ടിച്ചെടുക്കാൻ നോക്കിയ പക്ക ക്രിമിനൽസാ ഇവര്. ആ, അവിടുന്ന് ഒരിക്കലും അടിച്ചിറക്കി വിട്ടതാ. മര്യാദയ്ക്ക് സംസാരിക്കടാ. കൂടുതൽ കളിയാക്കിയാലേ ഞങ്ങൾ ക്ഷമിച്ചൊന്നും വരില്ല. സത്യത്തിൽ ഇവരെന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറേ, ഞാൻ പറയാം. ഏയ്, ഇവര് പിച്ചക്കാരികളും കഷ്ടാ. ഇവരെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ കണ്ടാലേ അറിഞ്ഞൂടെ ഇതൊക്കെ വാടകയ്ക്ക് എടുത്താണെന്ന്? നല്ല നല്ല ഫംഗ്ഷനിലേക്കൊക്കെ പോയി ഇതുപോലുള്ള ഡ്രസ്സുകൾ വാടകയ്ക്കെടുത്ത് ഫുഡ് അടിക്കലേ ഇവരുടെ പരിപാടി. തക്കം കിട്ടിയാൽ മോഷ്ടിക്കുകയും ചെയ്യും. അല്ല, ഈ പട്ടുസാരിക്കൊക്കെ എന്താ വാടക? ഫംഗ്ഷന് വരുന്നവരെ അപമാനിക്കരുത്. ഇവൻ പറഞ്ഞ ആളുകളൊന്നും അല്ല ഞങ്ങൾ ആരാണെന്ന് രാധേ, നമ്മളെ കുറിച്ച് നമ്മളല്ല പറയണ്ടേ. നമ്മളെ ക്ഷണിച്ചു വരുത്തിയവര് അതിന് മറുപടി പറയും. എന്താ? നിങ്ങളെ ക്ഷണിച്ചു വരുത്തതാണെന്നോ? പിന്നെന്താ സംശയം? ഒരു കാര്യം ചെയ്യും, ക്ഷണിച്ചു വരുത്തിയതാണെങ്കിലേ ആ ഇൻവിറ്റേഷൻ ഒന്ന് കാണിക്കും. ഇവിടെ വരാൻ ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ വേണ്ട മാഡം. അല്ല, ഇവിടെ വരാൻ ഇൻവിറ്റേഷൻ വേണ്ടെന്നോ? കേട്ടില്ലേ? ഇത് തന്നെ നമ്പർ 1 കള്ളത്തരല്ലേ? ഇതാ ഞങ്ങൾ പറഞ്ഞത് കള്ളക്കൂട്ടങ്ങളാന്ന്. ലയൺസ് ക്ലബിലെയും റോട്ടറി ക്ലബിലെയും പ്രീമിയം മെമ്പേഴ്സ് വരുന്ന സ്ഥലമാണിത്. കോടികളെ ആസ്തിയുള്ളവർ നടത്തുന്ന ഫംഗ്ഷനായത്. അതും ഒരു ഇന്റർനാഷണൽ ഫിഗറായ ഒരു ബിസിനസ് ഐക്കണിനെ അനുമോദിക്കുന്ന ചടങ്ങ്.